ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഡൈൻ വിത്ത് ജെയ്സണിൽ ബീഫ് ഒലത്തിയതാണ് ഉണ്ടാക്കുന്നത്. പൊറോട്ടൻ്റെയും ചപ്പാത്തിൻ്റെയും നെയ്ച്ചോറ്റിൻ്റെയും ബിരിയാണിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഏറ്റവും നല്ല ടേസ്റ്റുള്ള നല്ല സാധനമാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയത്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പൊടിക്കാനുണ്ട്. എങ്ങനെയൊക്കെ നോക്കാം. ഒരു മിക്സി ജാറിൽ 2 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ വലിയ ജീരകം, സോമ്പ്, 1 സ്പൂൺ മല്ലി, ഒരു 3-4 ചുവന്ന മുളക്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം, അരക്കേണ്ട. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് നമ്മൾ 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്കിതിൽ മാരിനേറ്റ് ചെയ്യാനും കുറച്ച് വഴറ്റും. അതിൻ്റെ കൂടെ 1 സ്പൂൺ ഗരം മസാല പൊടി, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് അതിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 സ്പൂൺ തൈര് അല്ലെങ്കിൽ 2 സ്പൂൺ ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മസാല ഇട്ട് കൊടുക്കാം. ഇതാണ് നല്ല ഫ്ലേവർ ഉള്ളതാണിത്, നല്ല ടേസ്റ്റും കിട്ടും. അതിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വയ്ക്കാം. നമുക്ക് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കണ്ട, വെറും പാത്രത്തിൽ ബീഫ് ഇട്ട് കൊടുക്കുക. കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം വേണ്ട എന്നാലും ഇരിക്കട്ടെ, ചിലപ്പോൾ വേണ്ടി വന്നാലോ. അതിൽ തന്നെ വെള്ളം ഊർന്നു വരും. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേകാൻ വയ്ക്കാം. എൻ്റെ കുക്കറിൽ ഒരു 5 സൗണ്ട് വരെ വെച്ചിട്ടുണ്ട്. ഒരു 80% വെന്ത് കിട്ടിയാൽ മതി. ഫുള്ളും വെന്ത് ഉടയണ്ട, ഒന്നുകൂടി ഫ്രൈ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ അത് എങ്ങനെ ആവശ്യം അതുപോലെ ചെയ്താൽ മതി. വെന്ത് വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിലായാലും കുഴപ്പമില്ല. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കുരുമുളക്, മുഴുവനുള്ള കുരുമുളക്, അത് വായിൽ കടിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിൻ്റെ അളവ് ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നമ്മൾ 2 പ്രാവശ്യം ഇടുന്നതും കൊണ്ട് കുറച്ച് കൂട്ടുക കുറയ്ക്കേണ്ട, അവരവൻ്റെ ആവശ്യം പോലെ ചെയ്യാം. അതിൻ്റെ കൂടെ കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ഒരു 10-30 എണ്ണം ഞാനത് ക്ലീൻ ചെയ്ത് 2ആക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റണം. സവാളയും ഇട്ടിട്ട് ചെയ്യാം. അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഈ കുഞ്ഞുള്ളി ഇടുമ്പോഴാണ്. അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച്, അത്രയേ ഉള്ളൂ, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അതിലുള്ള വെള്ളം മുഴുവനും വറ്റി പോട്ടെ. അതുവരെ ഒന്ന് നന്നായി ഒന്ന് വരാം. 10 മിനിറ്റ് ഏകദേശം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്രേവി ആയിട്ട് വേണം തോന്നുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ ഇറക്കാം. ചോറ്റിൻ്റെയോ ചപ്പാത്തിൻ്റെയോ പൊറോട്ടൻ്റെയോ കൂടെ കഴിക്കാൻ ഇതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇറക്കാം. ഞാൻ കുറച്ചുകൂടി ഡ്രൈ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ചുകൂടി വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 പച്ചമുളക് നടുക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസ് എല്ലാം എനിക്ക് എഴുതി അറിയിക്കണം. സപ്പോർട്ട് ഉണ്ടാകണം. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.